Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു BA പ്രോഗ്രാമാണ്. BA ഇൻ എക്കണോമിക്സ്. അതിൻ്റെ കോഡാണ് BAECH, ബാച്ചുലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഇൻ എക്കണോമിക്സ്. ഇതൊരു ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾ കോളേജിൽ സ്ഥിരമായിട്ട് പോകണമെന്നില്ല. ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ജോലി ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. മാക്സിമം വരുന്നത് 6 years ആണ്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ എക്കണോമിക്സ്. ഈ ഹോണേഴ്സ് കോഴ്സുകളുടെ പ്രത്യേകത നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ഇതെന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. എലിജിബിലിറ്റി, ഇതിന് വേണ്ട എലിജിബിലിറ്റി +2 അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് +2ന് തത്തുല്യം അല്ലെങ്കിൽ +2 ആണ് വേണ്ടത്. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 5,500 per year പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ ആസ് അപ്ലിക്കബിൾ. അപ്പോൾ 700 രൂപയാണ് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ടോട്ടൽ വരുന്നത്. അപ്പോൾ ഈ 5,500ൻ്റെ കൂടെ 700 കൂട്ടിക്കഴിഞ്ഞാൽ 6,200 റുപ്പീസാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ഡീറ്റെയിൽസ് പ്രൊഫസർ BS പ്രകാശ് എന്നാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെയിൽ ID കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയിൽ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. ഈ സ്റ്റഡി സെൻറ്റേഴ്സിൽ ഏതെല്ലാം സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഈ ഒരു കോഴ്സ് BA എക്കണോമിക്സ് ഓണേഴ്സ് പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കൊച്ചിൻ റീജിയൻ സെൻറ്റർ നമ്മുടെ ഒരു 3 റീജിയൻ സെൻറ്ററുകളിൽ ഒന്നാണ് കൊച്ചിൻ റീജിയൻ സെൻറ്റർ. അതിൽ ഇത്രയും കോളേജസിൽ 2, 6, 2, 4, 6, 8, 10, 11 കോളേജുകളിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെൻറ്ററിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളിലായിരിക്കും നിങ്ങൾ അസൈൻമെൻറ്റ് ഡയറക്റ്റ്ലി നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കാൻ സാധിക്കുന്നത് ഈ ഒരു കോളേജുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അസൈൻമെൻറ്റ് ഡയറക്റ്റ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജസിൽ എന്ത് ചെയ്യാം, അവരുടെ പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അതിൽ നിങ്ങൾ ID കാർഡുമായി മറ്റൊരാൾക്ക് സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അസൈൻമെൻറ്റ്. അപ്പോൾ നിങ്ങൾ വടകര റീജിയൻ സെൻറ്റർ നോക്കൂ. ഇതിൽ ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളത് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്റർ ആണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് ഏതെല്ലാം കോളേജസിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ നമുക്ക് ഏകദേശം ഇതുപോലെ ഇത്രയും ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റഡി സെൻറ്റേഴ്സ് ആയിരിക്കും. ഇതിൽ വലിയ റോളുകളൊന്നും ഈ ഒരു BA കോഴ്സിന് ഈ റീജിയൻ സെൻറ്റേഴ്സിലില്ല. റീജിയൻ സെൻറ്റർ നിങ്ങൾക്ക് റീജിയൻ സെൻറ്റർ മാറ്റുക, സ്റ്റഡി സെൻറ്റർ മാറ്റുക, മെയിൽ ID മാറ്റുക, അഡ്രസ്സ് മാറ്റുക, അതിന് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും റീജിയൻ സെൻറ്റേഴ്സ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് റീജിയൻ സെൻറ്ററാണ്. സ്റ്റഡി സെൻറ്ററാണ് നിങ്ങൾ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അസൈൻമെൻറ്റ് റിസീവ് ചെയ്യുന്നത്, മാർക്ക് എഴുതുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റഡി സെൻറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ സ്റ്റഡി സെൻറ്റേഴ്സ് റീജിയൻ സെൻറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ സിലബസിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാച്ചുലർ ഓഫ് ആർട്സ് ഓണേഴ്സ് എക്കണോമിക്സ്, അതിൻ്റെ കോഡ് വരുന്നത് BAECH ആണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു കോഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് BCC 101 മുതൽ BCC 104 വരെയുള്ള സബ്ജക്റ്റുകൾ കമ്പൽസറി കോർ കോഴ്സാണ്. കോർ കോഴ്സ് മീൻസ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കോഴ്സിൽ നിങ്ങളുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. പിന്നെ വരുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ്, ഇതും നിങ്ങൾക്ക് കമ്പൽസറിയാണ്. EVA 181 എന്ന് പറയുന്ന കോഡുള്ള ഈ കോഴ്സ്. ഇതെന്താ പ്രത്യേകത, അതായത് നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. ഇത് എല്ലാ ഡിഗ്രി പ്രോഗ്രാം, ഏത് ഡിഗ്രി BA BCom എന്തെടുത്ത് PB എടുത്താലും എല്ലാവർക്കും ഇത് ഉള്ളതാണ്. അതുപോലെ ജനറിക് ഇലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, 2 എണ്ണം. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ്
എന്താ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഴ്സ് വരും, ഇതിൻ്റെ PDF വരും. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെനിക്ക് ആപ്റ്റായ കോഴ്സാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ VSOG 171 ഞാനൊന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്തു, ഇഗ്നോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇത് ഇഗ്നോയുടെ GAN കോഴ്സ് എന്ന് പറയുന്നത് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ലഭിക്കുന്നതാണ്. 3 ബ്ലോക്കുകൾ അടങ്ങിയ ഒരു പുസ്തകമാണിത്. ഇതിൽ വരുന്ന യൂണിറ്റുകളാണ് നാഷണൽ സെൻസസ് ഓഫ് ഇന്ത്യാസ് കോളനി സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. കണ്ടോളൂ, ഇത്രയുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും. ഇത് എടുക്കാൻ പറ്റണോ, എനിക്കിത് പഠിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സബ്ജക്റ്റുകളൊക്കെ നോക്കാം. ഇതൊന്നും ഇലക്ടീവിൽ നിന്ന് 2 സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ നിന്നും ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഇപ്പോൾ എന്താ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ 1, 2, 3 ഇവിടെ നിന്നൊന്ന് 4 ആയി, ഇവിടെ നിന്ന് 5, 6. ഇനി ഈ ഒരു കോഴ്സ് ഇത് എന്താണ്, ലാംഗ്വേജ് കോഴ്സാണ്. ഇതൊരു ഇംഗ്ലീഷ് കോഴ്സും ഇതൊരു ഹിന്ദി കോഴ്സുമാണ്. പൊതുവെ നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷ് കോഴ്സാണ്. ഹിന്ദി നന്നായിട്ട് അറിയുന്നവർക്ക് ഹിന്ദി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്നും ഒരു ഇലക്റ്റീവായിട്ട് ഇതിൽ നിന്നും ഒരു കോഴ്സ് ഞാൻ തിരഞ്ഞെടുക്കാം. ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് BCC 105 മുതൽ 110 വരെയുള്ള കോഴ്സുകൾ ഇതിൻ്റെ കോർ കോഴ്സാണ്. എന്താണ് എക്കണോമിക്സിനുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. അതുപോലെ ഇതിൽ നിന്നും ഒരു സബ്ജക്റ്റും ഇതിൽ നിന്നും ഒരു സബ്ജക്റ്റും, അങ്ങനെ ടോട്ടൽ ഇവിടെ 5ഉം ഇവിടെ 3ഉം ഇതിൽ നിന്നും 1ഉം ഇതിൽ നിന്നും 1ഉം, ഇപ്പോൾ ടോട്ടൽ ഇവിടെ 5. ടോട്ടൽ 10 സബ്ജക്റ്റുകളാണ് സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത്. ഇനി തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഇത് ഫുള്ള് കമ്പൽസറിയാണ്. ഫുൾ നിങ്ങൾക്ക് എന്താണ് ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സുകളാണ് ഈ 8 എണ്ണവും. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ നിങ്ങൾക്ക് 148 ക്രെഡിറ്റിൻ്റെ കോഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ലഭിക്കുന്നത്. ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക്, ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത അറിയാത്തവർ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഗ്നോയിൽ ഈ ഒരു കോഴ്സ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇഗ്നോയുടെ എല്ലാ സർവീസുകൾ ഉൾപ്പെടെ ഇഗ്നോയുടെ അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ സർവീസുകളും A to Z സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം, മെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇഗ്നോയുടെ അപ്ഡേറ്റ്സും കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇതിൽ അറിയിക്കുന്നതാണ്. ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി.